ഹായ് ഹലോ, ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. മീൻ പീര വറ്റിച്ചത്. അതായത് നത്തലിലൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ മത്തിയിലൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യലാണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട കണ്ടോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കൊച്ചുള്ളിയില്ലേ അതിനെ നീർങ്ങനെ കീറി ഇട്ടു. ഒരു 2 പച്ചമുളക് ഇട്ടു. അതിൽ നല്ലോണം ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ടു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിൽ തക്കാളി ഇട്ടു. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു കുഞ്ഞി കഷ്ണം നമ്മുടെ കുടംപുളിയില്ലേ അതിട്ടു. എന്നിട്ട് ആ വെള്ളവും അതിലൊഴിച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വറ്റി വരട്ടെ എന്ന് വെച്ചു. കുറുങ്ങനെ ഒന്നായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലോണം തിളച്ച് കുറുകി വരണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ പുളിപ്പൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ഒന്ന് കുറുകി ഒക്കെ വന്നതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് ഇടാൻ മറക്കുന്നേക്കരുത്. ഉപ്പൊക്കെ ഇട്ട് നല്ലതൊന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് മീനിടുക. മീൻ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മീനിടുക കേട്ടോ. നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ. ചാറ് കുറുകി വന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അതിന് ശേഷം അതിൽ വെളൂരിയാണ് മീനൊക്കെ അതിലിട്ടു. മീനൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വെന്ത് വരണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ ഉടഞ്ഞു പോവും. അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചൊക്കെ വെച്ച് ഒന്ന് വെന്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി കയ്യിൽ കൊണ്ട് കുഞ്ഞൊരു പിടി നാളികേരും, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം വേണ്ടവർക്ക് ഇടാൻ, ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ കൂടി ഇട്ടിട്ട് അതിന് വീണ്ടും ഒന്ന് പരത്തി വെച്ച് അതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അടച്ച് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇറക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായ മീൻ പീര വറ്റിച്ചത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും എല്ലാവരും വെച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.